ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SajuS TastelanD. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സൂപ്പർ തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ടീസ്പൂണോളം കടുകിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 2 ചെറിയ ഉള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഉഴുന്ന് പരിപ്പ് ഒരുപാട് കളറ് മാറേണ്ട കാര്യമില്ല. ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക, കളർ മാറിക്കഴിഞ്ഞാൽ അതിന് കരിഞ്ഞു പോയ പോലെ വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളകും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കരിഞ്ഞു പോവാതെ നോക്കണേ. ഫ്ലെയിം ഇപ്പോൾ താഴ്ത്തി വയ്ക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മാത്രം നമുക്കിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇനിയും ചേർക്കുന്നുണ്ട്, അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോവാതെ നോക്കണം, പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 10-15 ബീൻസാണ്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഒരു മിക്സഡ് തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ബീൻസ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ബീൻസിൻ്റെ കളറൊന്നും അങ്ങനെ മാറിപ്പോകാൻ പാടില്ല. കുറച്ച് ഗ്രീൻ കളറിൽ തന്നെ നമുക്ക് കിട്ടണം. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ആ കളറ് പോവും. ഇതൊരു 2 ക്യാരറ്റാണ്. അത് കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സെയിം അളവിൽ തന്നെ കാബേജ്, ഇത് കൊത്തി അരിഞ്ഞതാണ്. ഒരുപോലെ തന്നെ കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് 3ഉം ഒരേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോന്നും ഓരോ ബൗൾ വീതമാണ് എടുത്തിരിക്കുന്നത്. ഒന്നും കൂടുതലാവരുത്, അതുപോലെ തന്നെ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഈക്വലായിട്ട് ആവുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഉപ്പിനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്താലും മതിയാവും. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ആവിയിൽ വേവിക്കുകയാണ്. പെട്ടെന്ന് ആയി കിട്ടുന്നൊരു തോരനാണ് ഇത്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ആ സമയം കൊണ്ട് ഇതൊരു 1/4 മുറി തേങ്ങയുണ്ട്. അതിലേക്കൊരു 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 3-4 പച്ചമുളക് കൂടി ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ചതച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ജീരകം ചേർക്കാവുന്നതാണ്. ഞാനത് ചേർക്കുന്നില്ല. എനിക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. അപ്പം നമ്മുടെ തോരൻ ഇവിടെ പകുതി വേവായിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഇത് മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത് കേട്ടോ. ഞാനിത് ലോയിലേക്ക് മാറ്റുന്നേ ഇല്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഈ തേങ്ങ കൂട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ച് ഒരു 2 മിനിറ്റ് കൂടി 1.5-2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ സൂപ്പർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു നല്ല തോരനാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മുടെ പണിയൊക്കെ വളരെ എളുപ്പത്തിലാവുകയും ചെയ്യും. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതാവുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള തോരനൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക കേട്ടോ. മാത്രമല്ല ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഓണമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള റെസിപ്പികളൊക്കെ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.